ജാസ്മിൻ്റെ ഉമ്മയും വാപ്പയും വരുന്നതിൻ്റെ പ്രൊമോ വന്നിട്ടുണ്ട്. പ്രൊമോ വീഡിയോയിൽ ചിരിച്ചുകൊണ്ട് തന്നെയാണ് രണ്ടുപേരും കയറി വരുന്നത്. ജാസ്മിൻ ആദ്യമേ ഒന്ന് ഞെട്ടിത്തെറിച്ച് നിന്നുപോയി. അതിനുശേഷം ഉമ്മയെ ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് ജാസ്മിൻ. അതിനുശേഷം വാപ്പയും കെട്ടിപ്പിടിക്കുന്നു. രണ്ടുപേരും വളരെ സന്തോഷത്തിൽ തന്നെയാണ് കയറിയത്. ജാസ്മിൻ്റെ വാപ്പയുടെ കയ്യിലൊരു മാലയുണ്ട്. അത് ജാസ്മിൻ ഇട്ട് കൊടുത്തിട്ട് പറയുന്നു, ഇത് നിൻ്റെ കഴുത്തിൽ തന്നെ കാണണം എന്ന് പറയുന്നു. അതിനുശേഷം ഗബ്രിയുടെ മാല എന്ന് പറഞ്ഞ് ജാസ്മിൻ ഇട്ടുകൊണ്ട് കിടക്കുന്ന മാല അങ്ങ് ഊരി മാണിക്കുകയാണ്. അത് ഇനി ഊരിത്തരാൻ പറയുന്നു. ജാസ്മിൻ ഊരുന്നില്ല. വാപ്പ തന്നെ ബലമായിട്ട് അത് ഊരി വാങ്ങുന്നുണ്ട്. എന്നിട്ട് മറ്റേ മാല ഇട്ട് കൊടുക്കുന്നു. അത് നിൻ്റെ കഴുത്തെ കാണണമെന്ന് പറയുന്നു. ഇതാണ് ആ മാലയുടെ കേസിൽ അവിടെ സംഭവിക്കുന്നത്. അതിന് ശേഷമാണ് ഗബ്രിയുടെ ഫോട്ടോ 2 അവിടെ ഇരിക്കുന്നത് കാണുന്നത്. അത് രണ്ടും അങ്ങ് എടുക്കുന്നു. എടുത്തതിന് ശേഷം വലിച്ചു കീറുന്നൊന്നുമില്ല. പക്ഷേ ജാസ്മിൻ കരയുന്നുണ്ട്, എടുക്കരുതെന്ന് പറയുന്നുണ്ട്. ഏതായാലും എടുക്കുന്നുണ്ട്. ജാസ്മിൻ പൊട്ടിക്കരയുന്ന ജാസ്മിനെയാണ് പ്രൊമോയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഇന്ന് പ്രചരിപ്പിച്ച വാർത്ത എന്ന് പറയുന്നത് ജാസ്മിനെ തല്ലി ഫോട്ടോ വലിച്ചു കീറി, ഇതൊന്നും പ്രൊമോയിൽ കാണിക്കുന്നില്ല. ഇനി ഫോട്ടോ എടുത്ത് വലിച്ചു കീറിയോ ഇല്ലയോ ഒന്നും നമുക്ക് വ്യക്തമാകുന്നുമില്ല. എനിക്ക് തോന്നുന്നില്ല. പുള്ളി ജാസ്മിൻ്റെ വാപ്പ പരമാവധി മാന്യത പാലിച്ച് തന്നെയാണ് അവിടെ പ്രൊമോ പ്രകാരം വളരെ മാന്യത പാലിച്ച് മോളെ കാണുമ്പം ചിരിച്ച് എല്ലാം സംസാരിച്ച് കാര്യകാരണ സഹിതം എല്ലാം വിവരിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലാതെ കട്ടക്കലിപ്പിലോ ആയിട്ടൊന്നും കാണുന്നില്ല. എന്നാലും ദേഷ്യത്തിലാണ് ആശാൻ. അനുഭവിക്കാവുന്നതിൻ്റെ പരമാവധി അനുഭവിച്ച് പുള്ളി പുറത്ത് നിന്ന്. നാട്ടുകാരൊക്കെ എന്തൊക്കെ പുള്ളിയെ പറഞ്ഞു, അതിൻ്റെ ഒരു പ്രതിഫലനമേ ഇത് കണ്ടുള്ളൂ. ഏതായാലും മാല തിരിച്ച് ബിഗ് ബോസിനെ തന്നെ ഏൽപ്പിക്കുമായിരിക്കും. ഫോട്ടോയും ഒരു പക്ഷേ ബിഗ് ബോസിനെ ഏൽപ്പിക്കുമായിരിക്കും. ഏതായാലും വലിച്ചു കീറുന്നതായിട്ടൊന്നുമില്ല. നാളെ ഇനിയും വലിച്ചു കീറുമോ, ഇതുമായിട്ട് ബന്ധപ്പെട്ട അടി നടക്കുമോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പുണ്ട്, വാപ്പ എന്ന നിലയിൽ പുള്ളി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യം മാന്യതയോട് തന്നെയാണ് ഈ പ്രൊമോ പ്രകാരം ചെയ്തിരിക്കുന്നത്. കാരണം പുള്ളി പുറത്തൊത്തിരി അനുഭവിച്ചു കഴിഞ്ഞു ഈ കൊച്ചിനെ ഓർത്ത്. അതിൻ്റെ ഒരു പ്രതിഫലനം ഇവിടെ സംഭവിക്കുന്നു. ഇതേതായാലും ഏത് വാപ്പയും ചെയ്യുന്നതാണ്. ഏത് മാതാപിതാക്കളും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും എല്ലാ പ്രേക്ഷകരും ആ ഫോട്ടോയെങ്കിലും വലിച്ചു കീറണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാല ഫോട്ടോ എന്തൊക്കെ നാടകങ്ങളായിരുന്നു കാണിച്ചിട്ടിരുന്നത്. ഏതായാലും അതിനൊരു സമാപനം ഇതുകൊണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം.